സഖിനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത. ആറ്റൂരിന്റെ ഈ വരികൾ ഒരു ഗജവീരനും മഹാകവി പിക്കും ഇണങ്ങും. ഒപ്പം വൈക്കം ചെമ്പ് ദേശത്ത് നിന്നുള്ള ഒരു ബഹുരൂപിക്കും. നല്ല തലപ്പൊക്കം, പറഞ്ഞല്ലോ, സഖിനൊപ്പം ഗരിമ എന്ന് തന്നെ പറയാം. ചുറ്റുമുള്ള എന്തിനേയും പിടിച്ചിരുത്താൻ സാധിക്കുന്ന ശബ്ദം, വശ്യമായ കണ്ണുകൾ, ചിരി. ഈ അൽഗോരിതം ആകമൊത്തത്തിൽ കൂട്ടി വായിച്ചാൽ മലയാളിക്ക് മുന്നിൽ, ലോക സിനിമയ്ക്ക് മുന്നിൽ ഒരു രൂപം തെളിയും. എന്നാൽ പലർക്കും അത് പല വിധമായിരിക്കും. ചേകവരായി കണ്ടവരുണ്ട്, അടിയാനായും കണ്ടവരുണ്ട്, കുറുനരിയായും മാൻപേടയായും കണ്ടവരുണ്ട്. അയാൾ ഇങ്ങനെ വേഷം മാറുകയാണ്. ഒന്നിൽ നിന്നൊന്നിലേക്ക് പരകായ പ്രവേശം കണക്കിന് കയറി ഇറങ്ങുമ്പോഴും ആ തന്ത്രശാലി ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒന്നിൽ നിന്നും മാറാപ്പുകളൊന്നും പേറിയില്ല. ഒന്നു മാത്രം കൂടെ കൂട്ടി, സ്വന്തം പേരിനൊരു നെറ്റിപ്പട്ടം. മഹാനടൻ. 6ഉം 60ഉം ആ 74കാരനെ മമ്മൂക്ക എന്ന് വിളിച്ചു. ദേവലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവർ ഭൂമിയിൽ അലഞ്ഞു തിരിയുമെന്നാണ് അമ്മൂമ്മ കഥ. എന്നാൽ മമ്മൂട്ടി കഥ അല്പം വ്യത്യസ്തമാണ്. വർഷം 1979. അന്ന് അയാൾ ഇന്ന് നമ്മൾ അറിയുന്ന മമ്മൂട്ടിയല്ല, അഡ്വക്കേറ്റ് PA മുഹമ്മദ് കുട്ടിയാണ്. മലപ്പുറം മഞ്ചേരിയിൽ ശ്രീധരൻ നായരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജൂനിയർ വക്കീൽ. സിനിമയാണ് മോഹം. 2 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച പരിചയമുണ്ട്. വലിയൊരു അവസരം അയാൾക്ക് മുന്നിൽ വരുന്നു. ഒരു സിനിമയിൽ നായകൻ കഴിഞ്ഞുള്ള പ്രധാന വേഷം, അതും ചെറുകാടിന്റെ കഥ MD തിരക്കഥയാക്കുന്ന ദേവലോകം. സംവിധാനവും സാക്ഷാൽ MD തന്നെ. തൊട്ട പൊടിയെല്ലാം ആ കഥാകാരൻ പൊന്നാക്കുമെന്ന് മുഹമ്മദ് കുട്ടിക്ക് അറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ ആയിട്ടേയുള്ളൂ. എന്നിട്ടും സഖാവ് പാപ്പച്ചൻ എന്ന തന്റെ ആദ്യ ക്രെഡിറ്റഡ് വേഷത്തിനായി അയാൾ പാലക്കാട് കോട്ട മൈതാനത്ത് ഉച്ചവേലിൽ തൊഴിലാളി ജാഥ നടത്തി. പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം ജനശക്തിയുടെ ദേവലോകം 2 ആഴ്ചത്തെ ഷൂട്ടിങ്ങിന് ശേഷം നിലച്ചു. MD കോഴിക്കോട്ടേക്ക് മടങ്ങി. വായിച്ച വരികളും കണ്ട മുഖങ്ങളും മറക്കാത്ത MD മുഹമ്മദ് കുട്ടിയെയും മറന്നില്ല. 1980-ൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന തന്റെ തിരക്കഥയിൽ ഒരു കഥാപാത്രത്തിന് മമ്മൂട്ടി നന്നാകുമെന്ന് MDക്ക് തോന്നി. ചെറിയ വേഷമാണ്, പക്ഷേ ഇത്തരക്കാർക്കൊരു പ്രശ്നമുണ്ട്. വാതിൽ തുറന്നു കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. വിരുന്നുമേശ താനേ ഒരുങ്ങും. വിൽക്കാനുണ്ട് സ്വപ്നത്തിലെ മമ്മൂട്ടിയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. തൊട്ടടുത്ത് കിട്ടിയ അവസരം KG ജോർജിനൊപ്പം. മേളയിലും നായകനല്ല, പ്രതിനായകനുമല്ല, ഒരു സർക്കസ് കമ്പനിയിലെ ബൈക്ക് റൈഡർ. പക്ഷേ മമ്മൂട്ടിയിൽ ജോർജ് തന്റെ കഥാപാത്രത്തെ കണ്ടു. ഒറ്റയടിക്ക് ആരെയും കൈയടിപ്പിക്കുന്ന പ്രകടനമായിരുന്നില്ല ആ സിനിമയിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത്. പക്ഷേ ജോർജ് ചിട്ടയിൽ മമ്മൂട്ടി അച്ചടക്കത്തോടെ അഭിനയിച്ചു. ആ ഇതിഹാസ സംവിധായകന് ഒന്നുറപ്പായിരുന്നു: ഈ വീഞ്ഞ് പഴകും, പുളിപ്പ് രുചിയാകും, മലയാളി മത്ത് പിടിക്കും. അത് ശരിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാളി മൂക്കറ്റം ആ വീഞ്ഞു മോന്തി മത്തായി. മമ്മൂട്ടി ഏതു പരീക്ഷണശാലയ്ക്കും ചേരുന്ന രാസവസ്തുവാണ്. TV ചന്ദ്രന്റെ മാജിക്കൽ റിയലിസത്തിനും അടൂരിന്റെ റിയലിസത്തിനും അയാൾ വഴങ്ങി. അവിടെ നിന്ന് ജോഷിയുടെ സെറ്റിലേക്കുള്ള ദൂരത്തിനിടയിൽ അയാൾ മറ്റൊരാളായി ഫാസിൽ കഥാപാത്രത്തിന്റെ വേദനയുടെ ഭാരം ഇറക്കി വെച്ചു. പട്ടണത്തിൽ ഭൂതമാകാനും കുഞ്ഞച്ചനാകാനും ഗുലാനാകാനും ഉരകം കണക്കിന് അയാൾ തോലുരിഞ്ഞു. പല ദേശഭാഷകളിൽ പെരുമാറുന്ന കഥാപാത്രങ്ങളെ മമ്മൂട്ടി തന്റെ വരുതിയിലാക്കി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മെത്തേഡ് ആക്ടിംഗ് എന്നാണ് മമ്മൂട്ടിയുടെ അഭിനയ രീതിയെ വിശേഷിപ്പിച്ച് കാണാറുള്ളത്. എന്നാൽ അഭിനയത്തിൽ അങ്ങനെ തെക്ക് വടക്കൻ ചിട്ടകൾ മമ്മൂട്ടി പിന്തുടരാറില്ല എന്നാണ് തോന്നുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു തസ്കറിനെ പോലെയാണ് മമ്മൂട്ടി. കഥാപാത്രങ്ങൾക്കുള്ളിൽ അയാൾ പതുങ്ങിയിരിക്കും. തന്റെ ശ്വാസോച്ഛ്വാസം പോലും വെളിയിൽ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ ജനപ്രിയ സിനിമകളിൽ നിന്ന് ഒന്നെടുത്തു നോക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ്. അത്യാസന നിലയിൽ കിടക്കുന്ന മകനെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തുന്ന ബാലചന്ദ്രൻ. അല്പം മദ്യപിച്ചിട്ടുണ്ട്, കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും. സുഹൃത്തു കൂടിയായ ഡോക്ടർ മകന്റെ രോഗം വിശദീകരിക്കുമ്പോൾ അയാൾ ഇല്ലാതാക്കുന്നു. അയാളുടെ തൊണ്ടയിടറുന്നു, കയ്യിലെ പഴങ്ങൾ താഴേക്ക് വീഴുന്നു. അത് അയാൾ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ബാലന്റെ മനസ്സ് ശരീരചലനങ്ങളിൽ വ്യക്തം. അവിടെ മമ്മൂട്ടിയില്ല, ബാലചന്ദ്രൻ മാത്രം. അയാൾ കരയുമ്പോൾ കാണിയുടെ കവിളും സ്വന്തം കണ്ണുനീരാൽ പൊള്ളി. സുഹൃത്തിലെ രവിശങ്കറിന്റെ കാര്യമെടുത്താൽ ആദ്യം നമ്മൾ അയാളെ കാണുന്നത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കാത്തിരിക്കുന്ന ഒരാളായാണ്. പിന്നെ എപ്പോഴോ അയാൾക്ക് ജീവിതം തിരികെ കിട്ടുന്നു. ഒടുവിൽ പത്രം ഓഫീസിൽ മുൻകൂർ തയ്യാറാക്കി വെച്ചിരുന്ന തന്റെ ചരമ വാർത്തയ്ക്ക് വേണ്ട തിരുത്തൽ വരുത്തി അയാൾ നടന്നു നീങ്ങുന്നു. യാത്രകൾ ഒടുങ്ങാത്ത റെയിൽ പാളത്തിലൂടെ. ഒരു കഥാപാത്രത്തിന്റെ പല തലങ്ങളിലൂടെ ഈ സിനിമയിൽ മമ്മൂട്ടി കടന്നു പോകുന്നത് കാണാം. അനായാസമായി പലതിനെയും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ആ നടന് സാധിച്ചു. അതുകൊണ്ടാണ് പഴശ്ശിക്കും കൊന്തന്മാടയ്ക്കും ഒരു ശരീരത്തിൽ ഇടമൊരുക്കാൻ അയാൾക്ക് കഴിഞ്ഞത്. ഭാസ്കര പട്ടേലിനും നത്തുനാരായണനും ഒരാളല്ല. ഉള്ളിൽ മമ്മൂട്ടി പതുങ്ങിയിരുന്നു എന്ന് മാത്രം. പരിമിതികൾ മനസ്സിലാക്കി എന്നതാണ് മമ്മൂട്ടിയുടെ വിജയം. എന്നാൽ അവയെ ഭയപ്പാടോടെ നോക്കി പകച്ചു നിന്നുമില്ല. കോമഡിയും ഡാൻസും ഫൈറ്റും മമ്മൂട്ടിക്ക് വഴങ്ങില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതേ ആളുകളെ അയാൾ ചിരിപ്പിച്ചു. പറ്റുന്ന പോലെ ഡാൻസ് കളിച്ചു. ഒന്ന് കളിയാക്കിയേക്കാമെന്ന് വിമർശകർ വിചാരിക്കുന്ന നിമിഷം അഭിനയത്തിന്റെ ഒരു തുണ്ട് കൽക്കണ്ടം നാവിൽ വെച്ച് തന്ന് നാവടക്കിപ്പിച്ചു. പെട്ടി കുട്ടി മമ്മൂട്ടി എന്ന ടെംപ്ലേറ്റിനുള്ളിൽ ആ നടനെ പരിഹസിച്ചിരുത്താനും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്?
അവരെ എല്ലാം അയാൾ മമ്മൂട്ടി കമ്പനിയാക്കി. അയാളുടെ കയ്യിലെ അടുത്ത ചീട്ട് എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാക്കി. ആ നടനിലൂടെയാണ് മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നത്. പുതു സിനിമകൾ, പുതു സംവിധായകർ, പുതു ജോണറുകൾ അയാൾ വഴിവെട്ടുകയാണ് മലയാള സിനിമയ്ക്ക് നടന്നു കയറാൻ. അതുകൊണ്ടാകണം തങ്ങളുടെ പ്രിയ നടൻ രോഗത്തിന് മുന്നിൽ കാലിടറി എന്ന് കേട്ടപ്പോൾ മലയാളക്കര ഒന്നാകെ കരഞ്ഞത്. അയാൾ തിരിച്ചെത്തുന്നുവെന്ന വാർത്തയ്ക്ക് കൈയടിച്ചത്. അവർക്കുറപ്പുണ്ട് അയാൾ തിരിച്ചു വരുന്നത് വെറുതെയല്ല, പുതിയ പുതിയ പുതുമകൾ അവതരിപ്പിക്കാനാണ്. ഇനിയും ആ മഹാനടന്റെ കഥാപാത്രങ്ങളിൽ മലയാളി മത്ത് പിടിച്ചിരിക്കും. ഡാനിയെ പോലെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് അയാൾ ഓർമ്മിപ്പിക്കും വരെ. അറിയാലോ, മമ്മൂട്ടിയാണ്.